നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാവുന്ന ഒരു മണ്ഡലമാണ് അല്ല ഒരു ജില്ലയാണ് വയനാട്. കാരണം ആകപ്പാടെ 3 സീറ്റുകളാണ് ഉള്ളത്. അത് ഇപ്പോഴത്തെ നിലയിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നൊരു UDFന് അനുകൂലമായിട്ടുള്ളൊരു ജില്ലയാണ് പൊതുവിൽ ഉള്ളത്. ഈ വയനാട് പുനരധിവാസം കൊണ്ട് ഏതെങ്കിലും നിലയിൽ ഈ ഒരു ഇക്വേഷനിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും? ഇല്ല, കൽപ്പറ്റയാണല്ലോ ഇപ്പോൾ നമ്മൾ ഈ ടൗൺഷിപ്പൊക്കെ സർക്കാർ കൊണ്ടുവന്നത്. കൽപ്പറ്റ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല. അത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞാലും മുസ്ലിം വോട്ടുകളുടെ നിർണായകമായ സ്വാധീനം കൽപ്പറ്റയിലുണ്ട്. അവിടെ ടി സിദ്ദിഖ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റുമാണ്. പിന്നെ അവിടെ മാത്രമല്ല, ഈ അറിയാമല്ലോ, രാഹുൽ ഗാന്ധിയും പ്രിയങ്കയൊക്കെ മാറി മാറി മത്സരിച്ച് ജയിച്ച ഒരു ഇതാണല്ലോ വയനാട്. അപ്പോൾ കൽപ്പറ്റ പോലുള്ള മണ്ഡലത്തിൽ ഈ ആരും രാഷ്ട്രീയ മാറ്റവും അടുത്തതാണ് ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയൊരു അറിവ്. അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിയിലും ഈ പറഞ്ഞ പോലെ IC ബാലകൃഷ്ണൻ്റെ എന്നെ വേണമോ വേണ്ടേ എന്നുള്ള ആലോചന കോൺഗ്രസിൽ നടക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ അദ്ദേഹത്തിനെ മാറ്റി നിർത്താനുള്ള ഒരു അവസ്ഥയും ഇപ്പോഴില്ല. അപ്പോൾ IC ബാലകൃഷ്ണൻ നിന്ന് കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരിയിൽ ജയിക്കാൻ പഴയതുപോലെ അത്ര എളുപ്പമല്ലെങ്കിലും പക്ഷേ അദ്ദേഹം ഒരു വിന്നബിൾ കാൻഡിഡേറ്റ് തന്നെയാണ് ഇപ്പോഴും. പിന്നെയുള്ള മാനന്തവാടിയാണ്. മാനന്തവാടിയിൽ ഇപ്പോൾ ORKകൾ തന്നെ വീണ്ടും മത്സരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവിടെ ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തുള്ള ഏത് സ്ഥാനാർത്ഥിയായിരിക്കും അതനുസരിച്ചായിരിക്കും അവിടെ വിജയം എന്ന് പറയാം. പക്ഷേ ഈ 2 മണ്ഡലങ്ങളും കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും അവിടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കോ നിലനിൽക്കുന്നതാണ്. അത് ഉറപ്പാണ്. കാരണം സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയും UDFന് തന്നെ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഇവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയെ പരീക്ഷിച്ച് കേളുവിന് തോൽപ്പിക്കാവുന്നതേ ഉള്ളൂ. അത് UDF അങ്ങനെ തീരുമാനിക്കുന്നു. അവിടെ ഈ മുസ്ലിം വോട്ടുകൾ നിർണായകമാണ് മാനന്തവാടിയിൽ. അപ്പോൾ അത് വയനാട് ജില്ലയിൽ മുഴുവനായിട്ടും മുസ്ലിം വോട്ടുകൾ നിർണായകമാണ്. അതിപ്പോൾ കേരളത്തിൽ മലബാറിലൊക്കെ മുസ്ലിം വോട്ടുകൾ മുസ്ലിങ്ങളുടെ അവർ വോട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് വോട്ടുണ്ടല്ലോ. അല്ല, അവർക്ക് വോട്ട് നിർണായകം എന്ന് പറയാൻ അവർക്ക് വോട്ടുള്ളതുകൊണ്ടാണ് നിർണായകമാവുന്നത്. അതാണ് ഈ LDF ചിലപ്പോൾ കാണുന്നൊരു കാര്യമുണ്ട്, സ്ഥാനാർത്ഥി മികച്ചതായതുകൊണ്ട് ഭരണം മികച്ചതായതുകൊണ്ട് ജയിക്കാന്നുള്ളത്. അത് നടക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയം കൂടെ മികച്ചതാണ്. സ്ഥാനാർത്ഥി മികച്ചതാണെങ്കിൽ കഴിഞ്ഞ 2 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ LDF നിർത്തിയ സ്ഥാനാർത്ഥികൾ എക്സെപ്ഷണൽ ശരിയായിരുന്നു. 2 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അതിന് മുമ്പ് നടത്തിയത് എക്സെപ്ഷണൽ പാർലമെൻറ്റേറിയൻസ് ഉണ്ടായിരുന്നു. ആരും ജയിച്ചില്ല. ഭരണം കൊണ്ടാണ് എങ്കിൽ എൻ്റെ കണക്കിൽ അടുത്ത 2 ഇലക്ഷൻ ജയിക്കാനുള്ള മാത്രം ഈ കഴിഞ്ഞ സർക്കാർ, ഇപ്പോഴുള്ള 2ാം LDF സർക്കാർ ഭരിച്ചിട്ടുണ്ട്. നമുക്ക് ആർക്കും ഒരു ഉറപ്പില്ല അവർ തിരിച്ചു വരുമെന്നുള്ള കാര്യം നമുക്ക് ആർക്കും ഒരു ഉറപ്പില്ല. അതുകൊണ്ട് സ്ഥാനാർത്ഥി രക്ഷപ്പെടുത്തും, ഭരണം രക്ഷപ്പെടുത്തും എന്നുള്ള തോന്നൽ എനിക്കില്ല. ഇപ്പോൾ കൽപ്പറ്റയെ പോലും എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇത്രയും ഭംഗിയായി ഒരു ദുരന്ത പുനരധിവാസം നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. അതിൻ്റെ നേരെ സ്റ്റാർക്ക് കോൺട്രാസ്റ്റാണ് കോൺഗ്രസ്. LDF അങ്ങനെ ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കി വെച്ചപ്പോൾ കോൺഗ്രസ്സുകാർ പിരിച്ച കാശിന് പോലും കണക്കില്ലാതെ സത്യത്തിൽ നഗ്നരായി നിൽക്കുകയാണ്. മനുഷ്യർ സിദ്ദിഖിനെ കൂകിയത് ആ മനുഷ്യനോടുള്ള കൂകലല്ല, നമ്മൾ കൂകിപ്പോവും. ഇപ്പോഴും ഇന്നലെയും മിനിയാന്നും പോലും സതീശൻ നുണ പറഞ്ഞ് നടക്കുകയാണ്. ഇത് ഫാക്റ്റാണ്. സർക്കാർ സ്ഥലം തരും എന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇന്ന് വരെ ഒരു റിക്വസ്റ്റ് ആർക്കെങ്കിലും കൊടുത്തായിട്ട് അദ്ദേഹത്തിന് പറയാൻ വേണ്ടി പറ്റിയില്ല. റവന്യൂ മന്ത്രി രാജൻ 2 പ്രാവശ്യം അദ്ദേഹം ഒരേ കാര്യം ആവർത്തിച്ചു. ആ സർവകക്ഷി യോഗത്തിൽ തീരുമാനം നമ്മൾ ഒരു സ്ഥലത്ത് ചെയ്യണമെന്നുള്ളത്, അത് സതീശൻ കൂടി ഉള്ള ഒരു സ്ഥലത്ത് വേണം നമ്മളിത് വെക്കാൻ വേണ്ടിയിട്ട്, ഒരു ഏജൻസിക്ക് കൊടുക്കണം, ഒരുപോലെ വേണം എന്ന് പറഞ്ഞു മുസ്ലിം ലീഗ് മാറി നിന്നു എന്നുള്ള വസ്തുതയാണ്. ഞാൻ പറയുന്നത് അതിൻ്റെ പേരിൽ കോൺഗ്രസ് പണം പിരിച്ച പണത്തിൻ്റെ കണക്ക് ആർക്കും അറിയത്തില്ല. അവരിപ്പോൾ ഒരു സ്ഥലം വാങ്ങി എന്ന് പറയുന്നത് മാത്രം, അത് നിരന്തരമായിട്ടുള്ള മാധ്യമങ്ങളുടെ പ്രഷർ. ഞാൻ പറയുന്നത് സ്റ്റാർക്ക് കോൺട്രാസ്റ്റ് ഇരിക്കുകയാണ്. സത്യത്തിൽ വയനാട്ടിൽ ആ ഒരൊറ്റ പ്രൊജക്റ്റിൻ്റെ പേരിൽ ഭരണമാണ് എങ്കിൽ അറ്റ്ലീസ്റ്റ് വയനാട്ടിലുള്ള 3 സീറ്റെങ്കിലും LDF ജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ. ഭരണം എന്നുള്ളത് ഒരു നെസസറി കണ്ടീഷൻ മാത്രമാണ്, ഒരു സഫീഷ്യൻറ്റ് കണ്ടീഷൻ അല്ല. അതിൽ എനിക്ക് നാട്ടുകാരെ കുറ്റം പറയാനില്ല. കാരണം പൊളിറ്റിക്സ് എന്ന് പറയുന്നതാണ് ദാറ്റ് ഡ്രൈവ്സ് ഇറ്റ്.